പെൺകുട്ടികളുടെ സുരക്ഷിതമായ ഭാവിയും വിദ്യാഭ്യാസവും ഉറപ്പു നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന. സാധാരണക്കാരിലേക്ക് ഇപ്പോഴും പൂർണ്ണമായി എത്തിച്ചേരാത്ത ഈ പദ്ധതിയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്താൻ വേറിട്ടൊരു ശ്രമവുമായി എത്തിയിരിക്കുകയാണ് മലപ്പുറത്തെ ഒരു കൂട്ടം യുവാക്കൾ. അവർ ഒരുക്കിയ അവൾ പഠിക്കട്ടെ എന്ന ഹ്രസ്വചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാണ്. ഒരു പെൺകുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ അവളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും ഓർത്ത് ആശങ്കപ്പെടുന്നവരാണ് മാതാപിതാക്കളിൽ പലരും. സാധാരണക്കാരുടെ ഇത്തരം ആശങ്കകൾക്ക് പരിഹാരമായാണ് കേന്ദ്ര സർക്കാർ സുകന്യ സമൃദ്ധി യോജന ആവിഷ്കരിച്ചത്. എന്നാൽ ഗ്രാമീണ മേഖലകളിൽ ഇന്നും ഈ പദ്ധതിയെക്കുറിച്ച് കൃത്യമായ ധാരണ പലർക്കുമില്ല. ഈ സാഹചര്യത്തിലാണ് അവൾ പഠിക്കട്ടെ എന്ന ഹ്രസ്വചിത്രവുമായി ഫ്രെയിം ഇന്ത്യ ഫിലിംസ് എത്തുന്നത്. സുകന്യ സമൃദ്ധി എന്നോ അങ്ങനെ സ്കീമിന്റെ പേര് പറഞ്ഞ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സമ്പാദ്യ പദ്ധതിയാണ്. മോക്ക് പ്രായപൂർത്തിയായി കഴിയുമ്പോൾ അവളുടെ പഠനത്തിനും വിവാഹത്തിനൊക്കെ വലിയ സംഖ്യ കിട്ടുന്ന പറഞ്ഞ് നമുക്ക് നമ്മളെ മോളെ അതിൽ ചേർക്കണം. താനൂർ സ്വദേശി കെ സുകുമാരൻ കഥയും തിരക്കഥയും നിർവഹിച്ച ഹ്രസ്വചിത്രം സംവിധാനം ചെയ്തത് സുരേഷ് പുറത്തൂരാണ്. ഒരു സാധാരണ കുടുംബത്തിന്റെ പശ്ചാത്തലത്തിലൂടെയാണ് ചിത്രം കഥ പറയുന്നത്. മകളുടെ ഭാവിയെ കരുതി വിഷമിക്കുന്ന മാതാപിതാക്കൾക്ക് സുകന്യ സമൃദ്ധി യോജന എങ്ങനെ ഒരു തണലായി മാറുന്നു എന്ന് ചിത്രം കൃത്യമായി കാട്ടിത്തരുന്നു. നമ്മുടെ രാഷ്ട്രം നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ കല കൊണ്ട് സാധിക്കണം. അതുകൊണ്ടാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ പദ്ധതികൾ. ആ പദ്ധതികൾ ജനങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിനൊരു ദൃശ്യപരമായ ആഖ്യാനം ഉണ്ടാക്കണം. അതുകൊണ്ട് സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതി ഇത്തരം ഹ്രസ്വ സിനിമകളാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞങ്ങൾ ഈ രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതി എടുത്ത് അതൊരു കണ്ടന്റാക്കി വൈഡാക്കി ഒരു സാധനം ചെയ്യുന്നപ്പോൾ അത് എല്ലാവരും അങ്ങനെ ചിന്തിച്ചോന്നില്ലല്ലോ. രാഷ്ട്രീയമുണ്ട് ഇപ്പം ഉണ്ട്. അപ്പം എന്തായാലും ഇതുവരെ ഇപ്പോൾ ഞങ്ങൾ നല്ല റിസൾട്ട് കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്. ഇനി നമ്മുടെ ആഗ്രഹം എന്താ വെച്ചാൽ ഇത് വേണ്ട സ്ഥലത്ത് എത്തുക എന്നുള്ളതാണ്. യൂട്യൂബിൽ റിലീസ് ചെയ്ത ചിത്രത്തിന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മികച്ച പ്രതികരണവും പിന്തുണയുമാണ് പ്രേക്ഷകരിൽ നിന്ന് ലഭിക്കുന്നത്. അമൃത ന്യൂസ്, മലപ്പുറം.